ഇറാനും ഇസ്രായേൽ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. പലരും പറയുന്നു ഇറാൻ അമേരിക്കയെ തീർക്കും, അമേരിക്കയ്ക്ക് ഇനി രക്ഷയില്ല, മുച്ചൂട് മുടിക്കുമെന്ന്. ഇതിന്റെ ഇടയിൽ ഇന്ത്യയെ പിടിച്ചിടുന്ന പലരുമുണ്ട്. ഇന്ത്യ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഇന്ത്യ ഇസ്രായേലിന്റെ ഭാഗത്താണ്, നരേന്ദ്രമോദി പോയത് പോലും ഇസ്രായേലിന് ഇത് യുദ്ധം നടത്താൻ പറയാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇന്ത്യ കൃത്യമായ നിലപാടും സ്വീകരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് അടുത്ത ഭരണാധികാരി, അടുത്ത ആയത്തുള്ള ഖമനേയിയുടെ മകൻ 2021 ആയത്തുള്ളായ മുസ്തഫ ഖമനേയി അധികാരമേറ്റു എന്ന് പറയുന്നു. അത് അംഗീകരിക്കില്ല എന്ന് അമേരിക്ക പറയുന്നു. അപ്പോൾ മകനെയും സ്കെച്ചിട്ട് വെച്ചേക്കാണ്. അച്ഛൻ്റെ അടുത്തേക്ക് ഉടൻ തന്നെ മകനെയും വിടുമെന്ന് പറയുമ്പോൾ ഇറാന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? കാരണം ഈ പ്രോക്സികളെയൊക്കെ വളർത്തുന്ന ഇറാന് എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു രാജ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അവസാന തടവെന്ന് പറയുന്നത് സ്വന്തം ജനത മരിച്ചാൽ കുഴപ്പമില്ല, എങ്ങനെയും ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇനി എന്തായിരിക്കും അമേരിക്ക അടുത്ത ആളിനെ കൂടെ സ്കെച്ച് ഇടുമ്പോഴുള്ള ഇറാന്റെ ഒരു നിലപാട്? ഇതിനകത്ത് അമേരിക്ക അല്ല, കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവരുന്നതിനും ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നതിനും ഒരുപക്ഷെ ഭയന്നിരുന്നു എന്ന് പോലും നമുക്ക് വിചാരിക്കേണ്ടി. ഇറാൻ ആണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പ്രഖ്യാപനം നീളുന്നു പിൻഗാമിയുടേത് എന്നുള്ള രീതിയിലുള്ള വാർത്ത വന്നു. അപ്പൊ ഇതിനകത്ത് 88 പേരും കണ്ട ഇതിനകത്ത് അവരാണ് തെരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹം രണ്ടാമത്തെ മകനാണ് മുസ്തഫ ഖമേനി. അപ്പം ആ പേര് പറഞ്ഞപ്പോഴേ, അല്ലെങ്കിൽ അടുത്ത പിൻഗാമി എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു അവനെ ഞങ്ങൾ കാച്ചിരിക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? അയാളെ തട്ടിയിരിക്കും, തർക്കമില്ല, കട്ടായം എന്ന് പറഞ്ഞത് ഇസ്രായേലാണ്. അതിനകത്ത് നമ്മൾ വേറെ ഇസ്രായേലിന്റെ ഭാഗം എന്നൊന്നും പറയല്ല. ഇസ്രായേൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, എവിടെ കൊണ്ട് വെച്ചാലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുരാണത്തില് പരീക്ഷിത് മഹാരാജാവിന്റെ ഒരു കഥയുണ്ട്. പരീക്ഷിത് മഹാരാജന്റെ കഥ അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ അച്ഛൻ അല്ലെങ്കിൽ സർപ്പശാപം മേടിച്ചു, അല്ലെങ്കിൽ അപ്പം അതിന് പുള്ളി പാമ്പ് കടിയേറ്റ് മരിക്കും. പരീക്ഷിത് രാജാവ് സർപ്പശാപം മേടിച്ച് അതിന് പാമ്പ് കടിയേറ്റ് മരിക്കും എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതനുസരിച്ച് എനിക്കത് മരിക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല, ഇത്ര ദിവസിക്കാൻ മരിക്കുമെന്ന്. അപ്പം ഇദ്ദേഹം പോയിട്ട് എനിക്ക് തോന്നുന്നു ഇല്ലേ പാമ്പിന് ചെല്ലാൻ പറ്റാത്ത ഇടത്ത്, അതിന്റെ എനിക്ക് തോന്നുന്നു ഒരു താമരയ്ക്കകത്തോ ഈ കടലിന്റെ ഇതിട്ട് പോയി അവിടെ ഇരുന്നു. അവസാനം അതിനകത്തൊരു പുഴുവിന്റെ രൂപത്തിൽ ഇത് കയറി വന്ന് പുള്ളിയെ കടിച്ചു, മരിച്ചു എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് എവിടെ കയറിയിരുന്നാലും ഇസ്രായേൽ വിചാരിച്ചാൽ കൊല്ലും ഉള്ളതിന് തെളിവാണ്. പലവട്ടങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ ഖമേനിയുടെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചല്ലോ. നമ്മളതിനകത്ത് ഭയക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഖമേനിയെ കൊന്നത് IRGCയുടെ തലവൻ ഇടപെട്ടായിരുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ, ഒരുപക്ഷെ നേരത്തെ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇദ്ദേഹം പലവട്ടം നമ്മളെ ഭാഗത്തുനിന്ന് മിസ്സാവുന്നുണ്ട്, ഇയാളൊരു ചാരനാണെന്നോ സംശയമുണ്ട്, ഇയാളെ സൂക്ഷിക്കണം. നമ്മുടെ പല നേതാക്കന്മാർ നേരത്തെ യുദ്ധം ഉണ്ടായില്ലേ സാറേ, ഹമാസ്, ഹിസ്ബുള്ള, ആ നേതാക്കന്മാരൊക്കെ നമ്മൾ പറയത്തില്ലേ, ഈ ചില ആൾക്കാർ ചെന്ന് കണ്ടു പോരുന്നു. ആ ഹമാസിന്റെ ഹിസ്ബുള്ളയിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വധിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇയാൾ അവിടെ ചെന്നിട്ട് എന്തിനാ ചെല്ലുന്നത്? നമ്മളിപ്പം നമ്മുടെ ഒരു രീതി ഇവന്മാരവിടെ ഉണ്ടോ, കാര്യങ്ങൾ ആണോ? കാരണം IRGCയുടെ തലവനാകുമ്പില്ല ഉണ്ടോ, ഇതിന് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ മരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം ഇപ്പോഴായി ഇവരിതല്ല ഇറാൻ നോക്കുന്നത്. ഇതിന്റെ അതുപോലെ തന്നെ അരമണിക്കൂർ മുമ്പ് വരെ, ഈ ബോംബ് ബ്ലാസ്റ്റ് മുമ്പ് വരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇതുവരെ അയാൾ കാണാനില്ല. ഇറാന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവത്തില്ലെന്ന് തന്നെ വേണം കരുതാൻ. മനസ്സിലായോ? അപ്പം ഇതേ രീതിയിലാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഒരുപക്ഷെ അതിനകത്തുള്ളൂ. അതിനകത്ത് ഇസ്രായേൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തോന്നു, ട്രംപ് പറഞ്ഞത് എനിക്ക് ഭരണാധികാരിയോട് ഈ രീതി പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തോടോ അല്ലെങ്കിൽ അയാളോട് എനിക്ക് തൃപ്തിയില്ല, താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടുത്തെ യുദ്ധത്തിന്റെ ഒരു അവസ്ഥയും വളരെ മോശമാണ്. ഇപ്പം ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇനി 1000 ബാലിസ്റ്റിക് മിസൈൽ മാത്രമേ കയ്യിലുള്ളൂ. അല്ലെങ്കിൽ മെനഞ്ഞാന്ന് രാത്രിയിൽ അതിനു മുമ്പ് ഒരു പ്രസ്താവന ഉണ്ട്, ഈ രാത്രി ഇറാന്റെ അവസാന രാത്രി എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അവിടുത്തെ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന. അന്ന് രാത്രിയിൽ അവിടെ കയറി എല്ലാം തകർത്തു, എണ്ണപ്പാടങ്ങൾ മൊത്തം തീയിട്ടു, എണ്ണ ഒഴുകി തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പുക മാത്രമുള്ള ഒരു ഇറാൻ, ടെഹ്റാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എണ്ണപ്പാടങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ വെളിയിൽ വരുന്നത് പോലെ അല്ല വാർത്ത. ഒരുപക്ഷെ വെളിയിലുള്ള വാർത്ത ഇറാൻ അനുകൂലമായിട്ടാണ് വാർത്ത വരുന്നത്. അപ്പം ഈ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഇറാൻ. പക്ഷേ വേറൊരു കാര്യം, ഇപ്പൊ ഇറാനെ സഹായിക്കാൻ റഷ്യ ഇറങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പരസ്യമായിട്ട് 4-5ഓളം ജനറൽമാരെ വരെ മാറ്റി തീരുമാനിച്ച് എന്തിനൊരുങ്ങുവാണെന്ന് അറിയത്തില്ല. ചൈന
പട്ടാളത്തെ ഒന്ന് റീഫ്രഷ് ചെയ്തിരിക്കുന്നു. അപ്പം ലോകം ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഇറാൻ തീരുമ്പോൾ, അല്ലെങ്കിൽ ഇറാന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നത് ട്രംപ് പരസ്യമായിട്ട് റഷ്യ വിളിച്ച് പറയുമ്പോൾ, ട്രംപ് ഇടപെട്ടാൽ, ചൈന ഇടപെട്ടാൽ ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പം വ്യാപിച്ച് ഏഷ്യയിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് കിം ജോങ് ഹുൻ അല്ലേ, അവിടത്തേക്ക് ഇത് വ്യാപിക്കാൻ അയാൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിങ്ങനെ തേച്ച് മിനിക്ക് വെച്ചേക്കോ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാം തേച്ച് മിനിക്ക് വെച്ചേക്കോ, ഒന്ന് കിട്ടിയാൽ മതി. അപ്പൊ അവനും പേടിയുണ്ട്. എന്താണെന്നറിയാം, അമേരിക്ക ഈ യുദ്ധം വിജയിച്ചാൽ സ്വേച്ഛാധിപതികളെയും സർവാധിപതികളെയും എല്ലാം തീർക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറും. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തത് എന്നിലേക്കാണോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഏതായാലും ഇനി ചൈന ഒരുങ്ങുന്നത് ഈ ഗ്യാപ്പിൽ തായ്വാൻ പിടിക്കാനാണോ എന്ന് അറിയത്തില്ല. അതുപോലെ ദക്ഷിണ കൊറിയയെ ഈ ഗ്യാപ്പിൽ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ ജപ്പാനും അല്ലെങ്കിൽ ഉത്തര കൊറിയയ്ക്കും ഒരു സഹായമായിട്ടൊക്കെ അമേരിക്ക വരുന്നത്. ഏതായാലും യുദ്ധം സാറേ, ചിലപ്പം ഇത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കീഴിൽ വന്നിരുന്ന ചില ആൾക്കാർ പറയും ഇത് വ്യാപിച്ചാൽ ഒരു 3-ാം ലോകമഹായുദ്ധ സംവിധാനത്തിലേക്ക് പോകണം. പലയിടത്തും ഈ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്കത് പിടിക്കാം. ചൈന ഉദ്ദേശിക്കുന്ന ഈ അവസരത്തിൽ അമേരിക്ക പെട്ട് നിൽക്കുന്നത് തായ്വാനെ കയറി പിടിക്കാം. അതുപോലെ ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, അതുപോലെ പാകിസ്ഥാൻ, ഇവിടെ അഫ്ഗാനിസ്ഥാൻ, ഇവിടുത്തെ ഇഷ്യൂ മൊത്തത്തിൽ ചിലപ്പോൾ ഇത് പ്രശ്നമാണ്. ഇപ്പൊ തന്നെ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ ഗ്യാസിന്റെ പ്രതിസന്ധിയൊക്കെ അറിയാമല്ലോ. നമ്മളിവിടെ ഉത്പാദിപ്പിച്ച് കറക്റ്റാൻ പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നത്തിന് മാത്രമേ നമുക്ക് പ്രതിസന്ധി ഇല്ലാതെ, എന്നാലും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. അതെ അതെ. ഇതില് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് അതും ഒരു ചരിത്ര സംഭവമാണ്. കാരണം ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഷിയ ഈ ആത്മീയതയുടെ നിയമം അനുസരിച്ച് ഒരു ഭരണാധികാരി കൊല്ലപ്പെട്ടാൽ ആ ഭരണാധികാരിയുടെ ശവസംസ്കാരം നടത്തുന്നതിന് മുമ്പ് അടുത്ത ഭരണാധികാരിയുടെ കാർമ്മികത്വം വഹിക്കണം. എന്ന് വെച്ചാൽ അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുത്ത് ഡിക്ലെയർ ചെയ്യണം. അത് ഡിക്ലെയർ ചെയ്യാൻ സമയമെടുത്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഭരണാധികാരിയുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ 24 മണിക്കൂറിനകം അദ്ദേഹം കൊല്ലപ്പെടുമോ എന്ന ഭീതി ഇവർക്കുണ്ടാകും. 1. 2, ഈ തെരഞ്ഞെടുപ്പിന് തന്നെ പതിവില്ലാത്ത വിധം ഡിലേ വന്നിട്ടുണ്ട്. കാരണം 2 ഗ്രൂപ്പ് അവിടെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മിതവാദികളും തീവ്രവാദികളും. പഴയ കുമൈനിയുടെ മോനുണ്ടല്ലോ, ഹസൻ കുമൈനിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടര് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വിദേശത്തിരുന്നു കൊണ്ട് റിസ പഹ്ലവിയുടെ പഴയ ഷായുടെ മോൻ, അവരൊക്കെ കൂടി ഒരു വലിയ ഗ്രൂപ്പാണ് ഇപ്പോൾ. ഇവരുടെയൊക്കെ അനുയായികളാണ് അവിടെ സമരം ചെയ്യുന്നത് വലിയ തോതിൽ. അവർക്കാണെങ്കിൽ വലിയ തോതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഡീപ് സ്റ്റേറ്റ് ബംഗ്ലാദേശിൽ മാത്രമല്ല, ഇറാൻ എല്ലായിടത്തും ഉണ്ട്. അത് ഉണ്ടാക്കുന്നതിൽ എല്ലാവരും നമ്മളെ സൗകര്യം പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഈ പറഞ്ഞ നേപ്പാളിൽ ആരും ഉണ്ടാക്കുന്ന വെച്ച പോലെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങളുണ്ട്. പക്ഷെ ഇതിലിപ്പോൾ എൻ്റെ ഒരു ധാരണ, ഇത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മുജ്തബ അധികാരത്തിൽ വന്നാൽ അച്ഛനേക്കാളും തീവ്രമായ ഉഗ്രപ്രതികാരത്തോടെ ഈ ഷിയ കമ്മ്യൂണിറ്റി തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മുഖ്യധാരയായ സുന്നി ധാരയും ഇവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെ ഇതാണ്. ഇമാം ഇവർക്ക് ദൈവത്തിൻ്റെ കാണപ്പെട്ട നമുക്കൊക്കെ ഇമാം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു പള്ളിയിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു ഫാദറിൻ്റെ ഒരു ബിഷപ്പിന്റെ സ്ഥാനമേ ഉള്ളൂ. സുന്നികൾക്ക് ഒരു പുരോഹിതന്റെ സ്ഥാനമേ ഉള്ളൂ. ഇവർക്കതല്ല, ദൈവത്തിന്റെ സ്ഥാനത്താണ്. അപ്പോൾ ദൈവം കൊല്ലപ്പെട്ടതിന് തുല്യമായിട്ടാണ് അവരിനെ കാണുക. അപ്പോൾ ഉഗ്രപ്രതികാരത്തോടെ ഇവൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താകും? ഇനി അവനെയും കൂടി തട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്താ വെച്ചാൽ ഇറാന് പിന്നെ നടുനിവർത്തി നിൽക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ഇപ്പൊ തന്നെ സാറ് പറഞ്ഞ അനുസരിച്ച് മാത്രമല്ല, കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇറാന് നമ്മൾ അറിഞ്ഞതിലും പറഞ്ഞതിലും വാർത്തകളിൽ വന്നതിലും ഒക്കെ അപ്പുറത്ത് എത്രയോ മടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു കഴിഞ്ഞ മട്ടാണുള്ളത്. പുറത്ത് വരാതിരിക്കുന്നത് ഈ സോവിയറ്റ് യൂണിയൻ പോലെ തന്നെയാണ് ഇവരുടെ വാർത്താ ഇർന എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്താ ഏജൻസി ഉണ്ട്. ഒരു വരി കൊടുക്കുന്നതിന് മുമ്പ് 100 വട്ടം അവർ ആലോചിച്ചിട്ട് അപ്പുറത്തേക്ക് വിടുക. അതാണ് അതിന്റെ പ്രശ്നം. സോഷ്യൽ മീഡിയ നിയന്ത്രണം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇത് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് എങ്ങനെയെങ്കിലും തീർക്കാനുള്ള ഒരു ചിന്ത ലോകത്തിലൊട്ടാകെയുണ്ട്. അതൊരു ആഗോള യുദ്ധമായി തീരുമോ? അത് ഹോർമൂസ് കടലിലേക്ക് അടച്ചു. സാറേ, ഗ്യാസിന് നമ്മുടെ നാട്ടിൽ ഇന്നലെ 600 രൂപ കൂടെ, ഒരു സിലിണ്ടറിന് 600 രൂപ. പെട്രോൾ അങ്ങനെ കൂടിയാൽ എന്താവും സ്ഥിതി? ഹോർമൂസ് കടലിടുക്ക് ഒരു മാസം കൂടി അടഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഗുരുതരമായ ഈ നാണയപ്പെരുപ്പത്തിലേക്കും ക്ഷാമത്തിലേക്കും ലോകം പോകും. അതിന്റെ ഭീതി ഇന്ന് നമുക്ക് ഇളവ് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വിട്ടേക്കാം. നമ്മുടെ കപ്പൽ വിടാമെന്ന് ആശ്വാസം തീർച്ചയായിട്ടും. അത് ഇന്ത്യ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും
ഇങ്ങനെ ഇനി ഇതൊന്നും കാണാത്തൊരു അപകടമുണ്ട്. അത് ആർക്ക്? ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അമേരിക്കക്ക് ഇതിൽ എണ്ണക്കണ്ണ് മാത്രമേ ഉള്ളൂ, യാതൊരു തർക്കവും വേണ്ട. അതിനകത്ത് ഈ ഇറാന്റെ ഭീകരവാദം അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത് ലോകത്തിൽ ഇസ്ലാമിക ഭീകരവാദം അവസാനിക്കരുതേ എന്നാണ്. അല്ല, അവരായത് ഉണ്ടാക്കുന്ന പലപ്പോഴും ഇപ്പൊ അൽഖായിദയെ പടച്ചുവിട്ടത് അവരാ. IS-IS-നെ പരിശീലനം കൊടുക്കുന്നവർ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് സാറേ, ഈ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, മണ്ടന്മാരായിട്ടുള്ള മുസ്ലിം ജനതയെ ഇല്ലാതാക്കുന്നതിനും കൂട്ടിത്തല്ലിക്കുന്നതിനും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും വേണ്ടി മാത്രം തീവ്രവാദികളെ സൃഷ്ടിക്കുകയാണ് അവരുടെ സംശയമൊന്നുമില്ല. ട്രംപും അമേരിക്കയും മണ്ടന്മാർക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ യുദ്ധത്തിന്റെ അവസാനം എങ്ങനെ വരാം? GCC രാജ്യങ്ങൾ നശിക്കുന്നു, മുസ്ലിങ്ങൾ അജണ്ടതാണ്. അവർക്ക് ആ പേരിൽ എണ്ണ ഊറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ 3 രാജ്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു സാറേ. ലോകത്തിലെ എണ്ണയുടെ മഹാഭൂരിപക്ഷവും 3 രാജ്യങ്ങളിലാണ്. ഒന്ന് വെനിസുലയാണ്, അത് അവർ രാത്രി കൊള്ളയടിച്ചുകൊണ്ട് പോയി, ആ ഭരണകൂടത്തെ അടക്കം. 2ാമത്തെ രാജ്യം സൗദി അറേബ്യയാണ്, അരാംകോ ഉൾപ്പെടെ എണ്ണക്കിണറുകളൊക്കെ ഇവരുടെ വരുതിയിലാണ്. 3ാമത്തെ രാജ്യമാണ് ഇറാൻ. അത് മാത്രമാണ് ഉപരോധം തീർത്തിട്ട് ഇവർക്ക് കിട്ടാത്തത്. ആ ഇറാനെ കൂടി ഇറാനെ കയ്യിലാക്കുന്നതിൽ വേറൊരു താല്പര്യം കൂടിയുണ്ട്. അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറാൻ അവരുടെ എണ്ണയുടെ 93% കൊടുക്കുന്നത് ചൈനക്കാണ്. ചൈനയാണെങ്കിൽ അവർ തീരുമാനിച്ച നടക്കാൻ പോകുന്നത് ചൈനയ്ക്ക് ഊർജ്ജ പ്രസിദ്ധി. അതൊന്ന്. അപ്പോഴും ഇസ്രായേൽ, സാറ് പറഞ്ഞൊക്കെ ശരിയാണ്, ഇസ്രായേലിന്റെ കരുത്തിനെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈവൻ അമേരിക്ക ഇസ്രായേലിനേക്കാൾ താഴെയാണ്. ആയുധബലത്തില്, സാങ്കേതിക ശക്തിയില്, എഞ്ചിനീയറിംഗ് കരുത്തില്, സ്പൈ വർക്കില്, എല്ലാത്തിലും, സാമ്പത്തികമായിട്ട് എല്ലാം നിൽക്കും. ഇനി ഇസ്രായേൽ പോലും ഭയപ്പെടുന്ന ഒരു സാധനമുണ്ട്, പ്രോക്സി വാർ കുറയില്ല, കൂടും. സ്വമേധയാ കാശെടുത്തിട്ട് പ്രോക്സി വാർ നടത്തും. 3, പ്രോക്സി വാറിന്റെ പുറമെ ഒരു വലിയ ആശങ്ക ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. എന്താണെന്നറിയാത്? എത്നിക് വാർ വരും. എന്ന് വെച്ചാൽ ലോകത്തിലെ ഒട്ടുമിക്ക എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവരിൽ മോശമല്ലാത്തൊരു ശതമാനം ഷിയാക്കളുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലെ രാസ്താനുരയിൽ, സാറ് മനസ്സിലായി, രാസ്താനുരയിലാണല്ലോ കൊണ്ടുപോയിട്ട് എണ്ണക്കിണറിന് ബോംബിട്ടത്. എന്താ കാരണം എന്നറിയോ? രാസ്താനുര ഈ ഷിയാ ഭൂരിപക്ഷ രാജ്യമാണ്. ഖത്തീഫ്, സാക്ഷാൽ നമ്മുടെ ബിൻലാദന്റെ നാട്. ബിൻലാദൻ സൗദി അറേബ്യയിലെ ഖത്തീഫിലാണ് ജനിച്ചത്. ആ നാട്ടിൽ ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുണ്ട്. 1, ഈവൻ ഈ ഊരക്ക് ബലമില്ലാത്ത പാകിസ്ഥാൻ ഉണ്ടല്ലോ, അവിടെ 21% ഷിയാക്കളുണ്ട്. പോട്ടെ, സിറിയയിൽ മഹാഭൂരിപക്ഷം, ബഹ്റൈനിൽ ഭൂരിപക്ഷമുണ്ട്. നിങ്ങൾ വേറൊരു കാര്യം അറിയോ? നമ്മൾ ഈ ചൈനയിലെ ഉറുഗ്വേ മുസ്ലിങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ 70% ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ വേണ്ട. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചെതറിപ്പോയ 10-18 രാജ്യങ്ങളിൽ 6-7 എണ്ണം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നൊക്കെ പറയും. ഈ രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം ഷിയാക്കളാണ്. എന്ന് പറഞ്ഞാൽ ചൈനയും റഷ്യയും പോലും ഇറാനെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർ രംഗത്ത് വരാത്ത എന്തുകൊണ്ടാണ്? പരസ്യമായിട്ട് രംഗത്ത് വരാത്തത് അതാത് രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപം ഉണ്ടാവും. എത്നിക് വാർ എന്നതിന് പറയും. അപ്പൊ ഇതൊരു എക്കണോമിക് വാറാണ് ഫസ്റ്റ് ഓഫ് ഓൾ. 2, ഇത് പ്രോക്സി വാറാണ്. 3, എത്നിക് വാറുമാണ്. ഈ 3 കാര്യങ്ങൾ, 3 കണ്ടന്റ് ഇതിനകത്ത് ഉണ്ട് എന്ന് ഇത് ചർച്ച ചെയ്യുന്ന പലർക്കും പലപ്പോഴും ആലോചിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയാം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ മുജ്തബായെ കൂടി വകവരുത്തിയിട്ടാവോ അതിന് മുമ്പാവോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതെ, ഇന്നലെ കണ്ടറിയാം യുദ്ധം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്.